എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ടൈം കിട്ടുന്നില്ല. സോ നമ്മുടെ ദുബായിൽ ആകെ പ്രശ്നങ്ങളാണ് ഭായി, പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങൾ. ഒരു സ്ഥലത്ത് ഇറാൻ, ഇറാൻ, മറ്റേ സൈഡിൽ റെയിൻ, RAIN, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും. അപ്പോൾ ഈ 4 അക്ഷരം കൊണ്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് പുലർച്ചെ ഭയങ്കര ശക്തമായ മഴയും കാറ്റും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോയാൽ മതി. ഗൈസ്, രാത്രി മഴയാട്ടാ. ഓ, ഒന്നൊന്നര മഴ പോണേ. ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പേടി തോന്നി. ഇപ്പോഴും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. സോ ഗായ്സ്, നമ്മളിപ്പോൾ ഒരു 3:30 ആയിട്ടോ ടൈം ഇവിടെ. പക്ഷേ കണ്ടില്ലേ പുറത്ത് ഭയങ്കര ഇരുട്ട് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു നമ്മൾ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വയ്ക്കുന്ന സമയമല്ല, അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഫൈൻ അടിക്കാൻ പാർക്കിംഗ് കാരൻ വരുന്നുണ്ട്. ഇവിടെ ജീവിക്കാൻ എങ്ങനെയാണെന്ന് നോക്കി നടക്കുമ്പോഴാ. ഓ, ഇവിടെയെല്ലാം ഭയങ്കര വെള്ളമായിട്ടുണ്ട് ഗൈസ്. നോക്ക്, പിള്ളേരെല്ലാം കളിക്കുന്നു. അടിപൊളി. ഒരു സമുദ്ര നിരപ്പിൽ പോലുണ്ട്. ഒരു ചെറിയ ബീച്ച് എൻ്റെ അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, പിള്ളേരെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. അടിപൊളി. പിള്ളേർക്ക് കളിക്കാൻ ഒരു ബീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നാച്ചുറൽ ബീച്ച് ഇൻ ദുബായ് അൽനാദ. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മഴ പെയ്തപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ട് ഇതാ കളിക്കുന്നു. അടിപൊളി. നല്ലൊരു പിള്ളേർക്ക് എന്തായാലും അടിപൊളിയായി. അപ്പോൾ രാവിലത്തെ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞു. വീണ്ടും നല്ല മഴ ഉണ്ടാകുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് ക്ലൗഡ്സ് ഇതാ കറുത്തിരുണ്ട് വാനത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിൽ തന്നെ കാണാം. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി വീണ്ടും മഴ പെയ്യുന്നുള്ളത് 100% ആണ്. ഇവിടെയൊക്കെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഉണ്ട് നല്ല ചെറിയ കെട്ടൊന്നും അല്ല, അത്യാവശ്യം നന്നായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട്. ഉണ്ടല്ലേ ഫ്രണ്ടിൽ. ഞാനെന്തായാലും വെള്ളത്തിലേക്ക് ഇറക്കുന്നില്ല. ബിക്കോസ് ഈ വെള്ളത്തിൽ ഇറക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ചെളി ഉണ്ടാവും. അപ്പോൾ വണ്ടിയുടെ അടിയിൽ ചെളിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴുകിയില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഈ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അവിടെ എന്തായാലും അതത്ര നല്ല ക്ലീൻ വെള്ളമൊന്നും ആയിരിക്കില്ല.
അവിടെ കാർ വാഷിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് അടിയിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ല റെസ്റ്റോ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒയ്യോ രക്ഷയില്ലട്ടോ, ഫുള്ള് മഴ തന്നെ. മഴ പെയ്തിട്ട് ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു 5-6 മണിക്കൂറൊക്കെ, 5-6 അതിലും കൂടുതലായിട്ടുണ്ട്. എന്നിട്ട് പോലും വെള്ളം ശരിക്ക് പോയിട്ടില്ല പല ഭാഗത്തും. ഇവിടെയൊക്കെ പിന്നെയും ഭേദമാണ്. ഷാർജയിലും മുവൈല ഏരിയയിലൊക്കെ ഭയങ്കര സംഭവമാണെന്നാണ് ഞാൻ വീഡിയോസിൽ റീൽസിലൊക്കെ കുറേ കണ്ടു. അപ്പോൾ ഇവിടെ വീണ്ടും മഴ പെയ്യാൻ സാധ്യതയുള്ളൊരു ഒരു സംഭവം നമുക്ക് ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം. ഓൾമോസ്റ്റ് ഭയങ്കര ഡാർക്കായിട്ടാണ് നിൽക്കുന്നത്. സമയം 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. വലിയ മഴ എത്തുമ്പോഴേക്കും വീട്ടിലെത്താൻ പറ്റും തോന്നുന്നു. ഞാനേ പുറത്തിറങ്ങിയത് ഇന്ന് നല്ല ആൽക്കഹോളിക് വെതറൊക്കെ അല്ലേ, അപ്പോൾ കയ്യിലെ സ്റ്റോക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ പോയി ചെറുതായിട്ടൊരു സ്റ്റോക്കൊന്ന് അപ്ഡേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഓൺലൈൻ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ഡെലിവറീസ് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നേരിട്ട് തന്നെ പോയി മേടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ലായിരുന്നു മഴയത്ത്. പുറത്ത് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി കേട്ടോ. മിക്കവാറും കനത്ത് പെയ്യാൻ സാധ്യതയുണ്ട്. സിറ്റുവേഷൻ കണ്ടിട്ടത് കൂടാനാണ് സാധ്യത. ബിക്കോസ് നല്ല ക്ലൗഡ്സ്, നന്നായിട്ട് മേഘങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. നിങ്ങൾ മഴ ചാറുന്നതിൻ്റെ സൗണ്ട് കേൾക്കാമല്ലോ, വണ്ടിയുടെ മുകളിൽ ലൈറ്റ് ചെയ്യുന്നത്. ഇന്നും നല്ല പെയ്തായിരിക്കും. അങ്ങനെ മഴ കൂടി ഗൈസ്. ഭയങ്കര ഹെവി ആയിട്ട് പെയ്യുന്നില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. വൈപ്പർ ഇടേണ്ട അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ മഴ കൂടി തന്നെയാണ് അവസ്ഥ. അപ്പൊ ഇന്നും മഴയാണ് ഇന്ന് സാരം. ഇന്നും കൂടി മഴ കനത്ത രീതിയിൽ നല്ല ഇന്നലത്തെ പോലെയൊക്കെ പെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നാളെ ഈ ഒരാഴ്ച അജ്മാൻ, ഷാർജ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നല്ല പണി കിട്ടും. ദുബായിലും പല ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ നന്നായിട്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ പെയ്തതിൻ്റെ മഴയുടെ ഇപ്പോഴും അത് മാറിയിട്ടില്ല. ഇന്നും കൂടി നന്നായിട്ട് രാത്രി വരെയൊക്കെ നന്നായിട്ട് നിന്ന് പെയ്യുകയാണെങ്കിൽ പ്രശ്നമാവും ഇവിടെ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചേട്ടന്മാർ നമ്മളെ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. നല്ല ഹെവി റെയിനായിട്ട് തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി റെയിനാണ്. മഴ, അതിശക്തമായ മഴ. അതാ റോട്ടിലൊക്കെ മൊത്തം വെള്ളമായിട്ടോ. ഇവിടെ അല്ലെങ്കിലേ റോട്ടിൽ നല്ല വെള്ളമാണ്, കണ്ടില്ലേ? അയ്യോ, ഇവിടെ ഒടുക്കത്തെ വെള്ളമാണല്ലോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓ മൈ ഗോഡ്, ഇവിടെ എന്താ നദിയോ? എൻ്റെ പൊന്നു ചേട്ടാ, അയ്യോ പെട്ടു ഗൈസ്, പെട്ടു. അല്ലെങ്കിൽ ഇവിടെ മൊത്തം വെള്ളമാണല്ലോ. എന്റെ പൊന്നെ, നോക്കിയേ ഫ്രണ്ടില് പുഴ പോലെ നിൽക്കുന്നത്. എന്തായാലും വണ്ടിക്ക് ഹൈറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാലും ഇത് അല്പം കൂടിപ്പോയി. ഇത്രയും വെള്ളം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ പോയി കാണുമെന്ന്.
മഴ നിന്നു. മഴ ഇപ്പോൾ കുറച്ച് മെല്ലനെയാണ് പെയ്യുന്നത്. പക്ഷേ റോഡിൽ നിറച്ചും വെള്ളമാണ് ഗായ്സ്. ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടില്ലേ? ഓ മൈ ഗോഡ്, ദ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ മൊത്തം വെള്ളം കേട്ടോ ഈ സ്ഥലം. നമ്മളെ ഏരിയയിൽ ഇത്രയും വെള്ളം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഓ, അവിടെ ഒരു വണ്ടിയൊക്കെ സ്റ്റക്കായി കിടക്കുന്നുണ്ട് ഫ്രണ്ടിൽ, ഒരു ലോറി. എനിക്ക് തോന്നുന്നു വണ്ടി വേറെ ഏതോ വണ്ടിയെ പൊക്കിക്കൊണ്ടാൻ വന്നതെന്ന് തോന്നുന്നു ഈ വണ്ടി. എന്നിട്ട് അവിടെ വെള്ളത്തിൽ പെട്ടുപോയി തോന്നുന്നു. ഷെടാ, വല്ലാത്തൊരവസ്ഥയാണല്ലോ ഇത്. ഇതിപ്പോ ഫുട്പാത്തിന്റെ അതുവരെ വെള്ളം പൊന്തിയിട്ടുണ്ട്, കണ്ടില്ലേ? ഫുട്പാത്തിന്റെ മുകളിലേക്ക് വെള്ളം, അപ്പുറത്തെ റോഡിലേക്ക് വെള്ളം വരുന്നുണ്ട്. എന്റെ പൊന്നെ, പെട്ടുപോയല്ലോ. ഷിറ്റ്, ഈ റോഡിൽ കൂടെ വന്ന അബദ്ധമായിട്ടോ. ഇതിപ്പോ നമ്മൾ ഈ സൈഡ് ആയതുകൊണ്ടേ അത്രയ്ക്ക് അങ്ങോട്ട് ആഴമല്ല, റോഡ് ഇങ്ങനെ ചെരിഞ്ഞായിരിക്കുന്നത് ഒരു സൈഡിലേക്ക്. അല്ലെങ്കിൽ പെട്ടുപോയനെ അവിടെ. ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ആ സൈഡിലാണെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. അയ്യോ, ഞാനിങ്ങോട്ട് അപ്പുറത്തെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒലിച്ചു വരിക. ഓ, നമ്മളെക്കാളും ലോ ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. ഇനി മിക്കവാറും ആരെങ്കിലും പെട്ടുകഴിഞ്ഞാൽ നമ്മളിവിടെ കിടക്കേണ്ടി വരും. അയ്യോ, വല്ലാത്തൊരു പ്രശ്നമായി മാറിയല്ലോ ഗായ്സ്. ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വണ്ടിയുടെ ഉള്ളിലേക്കൊന്നും വെള്ളം കയറായിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ അമ്പോ, പെട്ടു. ഇയാളെന്താ കാണിക്കുന്നത്? Are you okay? അയ്യോ, ആളുണ്ടല്ലോ നമ്മളെ സൈഡിലുണ്ടായിരുന്ന BMW. അയാൾ എന്താ ചെയ്തെന്ന് അറിഞ്ഞൂടാ. പക്ഷെ പുള്ളി, എൻ്റെ പൊന്നു ചേട്ടാ, അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും വെള്ളം കുത്തിക്കയറ്റിയിട്ട് ഇയാൾ പോകുന്ന കണ്ടില്ലേ? എന്തൊരു തെണ്ടിത്തര കാണിക്കുന്നത്. ഷേ, bloody hell. ഇവിടം വരെ ഉള്ള വെള്ളത്തിന്റെ പ്രശ്നം. ഓ, രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടം വരെ ഉള്ളോ. മറ്റേ ബസ് അവിടെ എന്തോ പ്രശ്നം പറ്റിയിട്ടോ. ബസ്സിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെ ട്രക്ക് വന്നിട്ട് വെള്ളം അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ട്രക്കുകളൊന്നും വെള്ളം അടിച്ച് കയറ്റുന്നുണ്ടോ? എൻ്റെ പൊന്നെ. ഓ, ഈ ബസ്സിന് പണി കിട്ടി കേട്ടോ. ആകെ പുകയൊക്കെ വരുന്നതിനുള്ളിൽ നിന്ന്. ഓ, ഇവിടെ മൊത്തം വെള്ളമായിരുന്നു കേട്ടോ. ഇവരിപ്പോ അടിച്ച് അത് എനിക്ക് നേരെ ആക്കിയുള്ളൂ എന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു, നല്ല ഈ ഭാഗത്തൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. കടകളിലൊക്കെ വെള്ളം കയറിയെന്നത് എനിക്ക് തോന്നുന്നു. പാറുവിനെ വിളിച്ച് പറയണം ജിമ്മിൽ വരണ്ടെന്ന്. ഇവിടെ ഈ ഭാഗത്ത് കൊടുക്കാത്ത വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടുകൂടെ. ഗൈസ്, മഴ വീണ്ടും സ്ട്രോങ് ആയി കേട്ടോ. കുറച്ച് നേരം നിന്നു, ഇപ്പോൾ വീണ്ടും സ്ട്രോങ് ആയി. നിങ്ങൾക്ക് കാണാം ഫ്രണ്ടില് ഒന്നൊന്നര മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാത്തന്നെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഫുള്ള് വെള്ളമാണ്. ഈ സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അറിയാം അവിടെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായി. പക്ഷേ നല്ല മഴയാണല്ലോ, എങ്ങനെ ഇറങ്ങിപ്പോകും? അയ്യോ, ഇവിടെ നല്ല വെള്ളം.
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ആൽക്കഹോൾ മേടിക്കുന്ന സ്ഥലം, ആഫ്രിക്കൻ ആൻഡ് ഈസ്റ്റേൺ. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് എടുക്കേണ്ടതെന്ന് ആലോചിക്കണം ആദ്യം. അപ്പോൾ ഗൈസ്, ഇന്നവിടെ പോയപ്പോൾ മഹാറാണി ജിന്ന് കണ്ടു കേട്ടോ. എത്രയാണ് വില? 1 അപ്പോൾ ഗൈസ്, അവിടെ പോയപ്പോൾ മഹാറാണി ജിൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അടുത്ത് വന്നോളൂ തോന്നുന്നു. മുമ്പൊന്നും ഞാൻ പോയപ്പോൾ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഇപ്പോൾ ഇന്ത്യൻ കുറേ ബ്രാൻഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്തെടുത്ത വിദേശി ബ്രാൻഡ്സ്. ബിക്കോസ് ഇവരൊക്കെ UK യിലും ലണ്ടനിലും US യിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ്, UK യിലും യൂറോപ്പിലും US യിലും കാനഡയിലൊക്കെ ഇരുന്ന് പല സ്ഥലത്തിരുന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാരാണ്, ചിലവരൊക്കെ മലയാളികളാണ്, കൂടുതലും മലയാളിയാണ്. അപ്പോൾ മഹാറാണി ഒരു മലയാളി ചേച്ചിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റേ സുജിത് ഭക്തൻ്റെ വ്ളോഗിലൊക്കെ അവരുണ്ടായിരുന്നു, മഹാറാണി ജിൻ. അപ്പം അന്ന് വിചാരിച്ചാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും നമ്മൾ വിപ്ലവ സ്പിരിറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിന് മുകളിൽ. ലിബറേഷൻ ഓഫ് സ്പിരിറ്റ് ആൻഡ് സ്പൈസ്, 41% ആൽക്കഹോൾ. എൻ്റെ അമ്മോ, 700 ml ആണ്. പിന്നെന്തോ കോർക്ക് കേരളയോ? കോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അയർലാൻഡിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ കോർക്കും കേരളയും, ഇവിടെ കോർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, വേറെ കേരള എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ വിപ്ലവ സ്പിരിറ്റ്, റബൽ സിറ്റി ഡിസ്റ്റിലറി, അതാണ് ഇവരെ ഡിസ്റ്റിലറിയുടെ പേര്, റബൽ സിറ്റി ഡിസ്റ്റിലറി. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? റവല്യൂഷണറി വുമൺ, അവർ ട്രിബ്യൂട്ട്. മഹാറാണി symbolizes revolutionary rebel spirits and figures of female empowerment known for their strength and importance in society. ഈ വിമൻ സ്ട്രെങ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മീൻസ് അതിൽ ഈ ജിന്നിലൂടെ അവർ വിമൻ സ്ട്രെങ്ത്ത് കാണിക്കുകയാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആരോട്? The Women's Cooperative of Kerala, India. Origin of Spice and Spirit. The Women's Cooperative of Kerala in India. Our gin is zested with pomelo fruit and uniquely spiced with cassia and nutmeg maize. All sourced from a women's organic farming cooperative in our co-founders' home state. So basically ഇതിൻ്റെ മെയിൻ സോഴ്സ് ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽസ് വരുന്നത് നമ്മുടെ നാട്ടിൽ വിമൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അവർ നടത്തുന്ന ഒരു സംരംഭത്തിൽ നിന്ന് ഇവർ റോ മെറ്റീരിയൽസ് മേടിച്ച് അതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതാണ് ഇവർ ഈ വിമൻ എംപവർമെൻ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. തെറ്റിദ്ധരിച്ചു പോയി ഗായ്സ്, അത് ആദ്യം വായിക്കണമായിരുന്നു. ഞാൻ മുകളിൽ വായിക്കാതെ താഴെ വായിച്ചിട്ട് ആദ്യം തെറ്റിദ്ധരിച്ചു. എന്താ ചെയ്യുക? അങ്ങനെ റബൽ ഡിസ്റ്റിലറി നമുക്ക് വേണ്ടി റവല്യൂഷണറി വുമൻ്റെ കൊളാബറേഷൻ ചെയ്തിട്ട് കോർക്കിൽ ഉണ്ടാക്കിയ ഒരു ജിന്നാണ് ഇവൻ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതായിരിക്കും ഇന്ന് ഞാൻ സേവിക്കാൻ പോകുന്നത്. ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, സോ പ്ലീസ് ഡ്രിങ്ക് റെസ്പോൺസിബിളി. ഓക്കെ, അപ്പോൾ ഇനി വീട്ടിൽ പോട്ടെ. ഇവിടുന്ന് എങ്ങനെയല്ലേ രക്ഷപ്പെടാൻ നോക്കട്ടെ. ഇവിടെ മൊത്തം വെള്ളമാണ് ഫ്രണ്ടിൽ. എങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എനിക്കിപ്പോൾ തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. നല്ല മഴയുണ്ട്, മഴ നിന്നു, പക്ഷേ എന്നാലും റോഡ് മൊത്തം വെള്ളമാണ്. അപ്പോൾ മഴ ഏകദേശം നിന്നിട്ടുണ്ട്, റോഡ് മൊത്തം വെള്ളമാണ്. എങ്ങനെ പോകുന്നു നോക്കട്ടെ. ഇനി ഇതിലൊക്കെ ടാങ്കർ ലോറി വന്നു നിന്നിട്ട് വെള്ളം സക്ക് ചെയ്തെടുക്കുന്നുണ്ടോ? ഡ്രെയിനേജ് എല്ലാം ബ്ലോക്കായി കിടക്കാൻ തോന്നുന്നു. അപ്പോൾ ടാങ്കർ ലോറീസ് വന്നിട്ടാണ് വെള്ളം അടിച്ച് കയറ്റി കൊണ്ടുവന്നത്. അല്ലാതെ ഈ വെള്ളം പെട്ടെന്ന് നിന്ന് ക്ലിയർ ചെയ്യില്ല. ബിക്കോസ് ഇന്നിപ്പോൾ രാത്രിയും കൂടി മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആകെ കൂടി താറുമാറാവാൻ ലക്ഷ്യമുണ്ടെന്ന് അവർക്ക് അറിയാം.
പിന്നെ ഇതാ ഇവിടെ വീണ്ടും വെള്ളം. എൻ്റെ പോകുന്ന സൈഡിൽ മൊത്തം വെള്ളം. ഇപ്പോൾ സൈഡിൽ കൂടെ എങ്ങനെ പോവാം, അത് രക്ഷയുള്ളൂ. മറ്റേ സൈഡ് റോഡിൽ മൊത്തം വെള്ളട്ടാ. ഇവിടുത്തെ വെള്ളം അവിടുന്ന് അടിച്ചു കയറിയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ആ ഒരു വണ്ടി വരുന്ന കണ്ടില്ലേ. ഇവരെല്ലാം ഈ ഹൈറ്റില്ലാത്ത വണ്ടികളെല്ലാം പെട്ടുപോകും വെള്ളത്തിൽ. ശരിക്കും ഈ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്ന ഒരവസ്ഥ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല അത്രയും ഭീകരമായിട്ടൊക്കെ. അപ്പോൾ അവിടെ 2 വണ്ടികൾ സ്റ്റക്കായി കേട്ടോ. ആ വണ്ടി സ്റ്റക്കായി, വെള്ളം കയറി കാണും. പക്ഷെ ഇത്രയും ഒരു ലോ ക്ലിയറൻസ് ഉള്ള വണ്ടികളായിട്ട് ഈ വെള്ളത്തിൽ കൂടെ ഒരിക്കലും സാഹസം കാണിക്കാൻ മുതിരരുത്. അത് എന്താണെന്ന് പറയണം, ആൾക്കാർക്ക് ഈ ബോധമല്ല വന്നിട്ടാണ് അവർക്ക്. അവരുടെ വണ്ടി ഇത്രയും ലോ ക്ലിയറൻസ് ആണെന്ന് അവർക്ക് അറിയാം. പിന്നെ അപ്പോൾ എന്തായാലും എൻജിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. എൻജിൻ റൂമേ ഇതെന്താ പറ്റ ട്രെയിനോ? കാറിൻ്റെ എൻജിൻ റൂം, എൻജിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അപ്പോൾ അത് ഇവർക്ക് ബോധമല്ലാന്ന് തോന്നുന്നു അവന്മാർക്കൊക്കെ. അവിടെ ഇത് ചെറിയ വണ്ടിയായിട്ട് ഇത്രയും വെള്ളമുള്ള സ്ഥലം, അത് നേരെ തിരിച്ചപ്പുറത്തൊക്കെ കട്ട് ചെയ്ത് കയറിയാൽ മതി വെള്ളം കാണുമ്പോൾ തന്നെ. അത് ചെയ്യില്ല. ഈ വണ്ടിക്കൊന്നും കുഴപ്പമില്ല. നിസാൻ പ്രോട്ടിലൊക്കെ നല്ല സാധാരണ ഓൾറെഡി നല്ല ക്ലിയറൻസ് ഉണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ഞാൻ ഈ വണ്ടി ഓഫ് റോഡ് എഡിഷൻ ആയതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ ലിഫ്റ്റും കൂടി ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ വാട്ടർ വേഡിങ് ഇഷ്യൂ വരാറില്ല ഒരിക്കലും. സമയം 4 മണി ആയുള്ളൂ കേട്ടോ. പക്ഷെ 4 മണി, ഒരു 6 മണി 7 മണി ആയ പോലെ ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത് ശരിക്കും. അത് ഈ മഴയുടെ ക്ലൗഡ്സിൻ്റെ ഒരു ഇതാണ്. ഈ ബസ്സുകാരൻ എന്താ കാണിക്കുന്നത്, തിരിഞ്ഞു പറഞ്ഞു വരുന്നു. വായ്, മഴ നിൽക്കുന്നില്ല, അങ്ങനെ ചാറി പൊടിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്ക് നല്ല ശക്തിയിൽ അങ്ങോട്ട് പെയ്തിട്ട് പിന്നെ മെല്ലനെ ഒന്ന് സ്ലോ ആക്കി പോവും. എന്നാലും ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പിന്നെ ഇവിടെ ഫ്രൈഡേ വീക്കെൻഡാണ്. നാളെയും മറ്റന്നാളൊക്കെ പിന്നെ പബ്ലിക് ഹോളിഡേ അല്ല, ചിലവർക്കൊക്കെ വർക്കിംഗ് ആയിരിക്കും. ഒരു വീക്കെൻഡ് വൈബായിരിക്കും ഇന്ന് പോലെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, മഴ പെയ്താലും അധികം ബുദ്ധിമുട്ടുണ്ടാകുമോന്നില്ല, ഈ വീക്കെൻഡല്ലേ. പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആൾക്കാർ ആ മൺഡേ തൊട്ട് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായത്. നമ്മളെ സൈറ്റിലൊക്കെ ആൾക്കാർ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടുന്ന് അവരോട് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു സൈറ്റിൽ നിന്നെല്ലാം. അപ്പോൾ നമ്മളെ പണിയൊക്കെ അത് വല്ലാതെ ബാധിച്ചു. പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് ബാധിച്ചു. അത് നമ്മൾ ഈ ആഴ്ച ചെയ്ത് തീർക്കേണ്ട പണിയൊക്കെ എപ്പോഴും പെൻഡിങ് ആണ്. ഇതേ ഒരു എമിറേറ്റ്സ് വിമാനം അത് ചീറിപ്പാഞ്ഞു പൊന്തുന്നു. എമിറേറ്റ്സിനെ ഞാൻ തോന്നുന്നു കേട്ടോ, ഈ ക്ലിയർ ആയിട്ട് കാണാനില്ല. Nice pen. Good pen. It's good. Very different taste than other gins.